വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 9-ാം വാക്യം. ശീമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. ആദിമ ക്രൈസ്തവ സഭയിൽ പീഡനം ഏറി വരുന്നതിനനുസരിച്ച് സഭ വളർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അവസരം ലഭിക്കുമ്പോഴും അല്ലാതെയും ശൗൽ ജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വ മരണത്തിനു ശേഷം ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തതായി കാണുന്നു. അങ്ങനെ ചിതറിപ്പോയവർ അവിടെയായി സുവിശേഷം പ്രചരിപ്പിക്കുകയുണ്ടായി. ഫിലിപ്പോസിലൂടെ അവിടെ ധാരാളം അതിശയങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നതായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 7-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായതായി കാണുന്നു. ആ അവസരത്തിലാണ് ശീമോൻ എന്ന ആഭിചാരക്കാരനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മാന്ത്രികൻ എന്ന ഒരു അർത്ഥവും നമുക്ക് ഇദ്ദേഹത്തിന് കൽപ്പിക്കാവുന്നതാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ ഫിലിപ്പോസിന്റെ ജീവിത രീതികൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് ആഭിചാരകനായ ശീമോൻ. അദ്ദേഹം മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ ആബാലവൃദ്ധം ജനങ്ങളും അവനെ ശ്രദ്ധിച്ചു വന്നിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇദ്ദേഹം ആഭിചാരം കൊണ്ട് ഏറിയ കാലം മനുഷ്യരെയൊക്കെയും ഭ്രമിപ്പിക്കുകയും ചെയ്തിരുന്നതിനാലാണ് അന്നത്തെ ജനങ്ങൾ ശിമോനെ ഇത്ര അധികം ശ്രദ്ധിച്ച് വന്നിരുന്നത്. എന്നാൽ അക്കാലത്ത് ഫിലിപ്പോസിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാകുകയും യേശു കർത്താവിനെ കുറിച്ച് സുവിശേഷം ഫിലിപ്പോസ് അറിയിക്കുകയും ചെയ്തപ്പോൾ അന്നത്തെ ശിമോനിൽ വിശ്വസിച്ചിരുന്ന പുരുഷന്മാരും സ്ത്രീകളും ഏവരും കർത്താവിനെ യഥാർത്ഥമായിട്ട് അറിയുകയും ഫിലിപ്പോസിൽ നിന്ന് സ്നാനം ഏൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതറിഞ്ഞ ശീമോൻ, ഇത് കണ്ട ശീമോൻ യേശുവിൽ വിശ്വസിക്കുകയും ഫിലിപ്പോസിൽ നിന്ന് സ്നാനം ഏൽക്കുകയും ചെയ്തു എന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ശീമോൻ പ്രവർത്തിക്കുന്നതാണ്. സ്വന്തം പ്രശസ്തിക്കും പണസമ്പാദനത്തിനുമായി ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു ശീമോൻ. ശീമോനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് 18 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പത്രോസിന്റെയും യോഹന്നാന്റെയും ധാരാളം അത്ഭുത പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. യേശു കർത്താവിന്റെ ഈ 2 ശിഷ്യന്മാരും മറ്റുള്ളവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ ലഭിക്കുകയുണ്ടായി. എന്നാൽ അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ജനങ്ങൾക്ക് ലഭിച്ചത് കണ്ട ശിമോൻ അപ്പോസ്തലന്മാരുടെ മുൻപാകെ ദ്രവ്യം കൊണ്ടുവരികയും അവർക്ക് നൽകുകയും ഈ വരം എനിക്കും ലഭിക്കണം, അല്ലെങ്കിൽ ഈ അധികാരം എനിക്കും തരണമെന്ന് ശിമോൻ ഈ ശിഷ്യന്മാരോട് പറയുകയും ചെയ്യുന്നു. തുടർന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പത്രോസ് ശിമോനോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന്. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല എന്ന് ഇവിടെ പത്രോസ് ശിമോനോട് പറയുകയുണ്ടായി. തുടർന്ന് പറയുന്നു, നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നിന്റെ സമർപ്പണം പൂർണ്ണമായത് ആണെങ്കിൽ നിന്റെ ഹൃദയത്തിലെ നിരൂപണം കർത്താവ് നിനക്ക് ക്ഷമിച്ചു തരുമായിരിക്കും എന്ന് ശീമോനോട് അവിടെ പത്രോസ് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ബാഹ്യമായ ആചാര പ്രകടനങ്ങളല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ വെളിവാക്കപ്പെടുന്ന സാക്ഷ്യമാണ് പ്രധാനം. മാത്രമല്ല, ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടോ എന്നത് എൻ്റെ സാക്ഷ്യ ജീവിതത്തിലൂടെയാണ് വെളിവാകുന്നത്. ഇന്ന് ക്രിസ്തു വിശ്വാസത്തിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന എല്ലാവരും ക്രിസ്തുവിനുള്ളവർ ആയിരിക്കണമെന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതം യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനായി സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെയും എടുത്തുപയോഗിക്കണമേ. ആമേൻ.